അങ്ങനെ നേപ്പാളിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുവാൻ ബസ്സിലെത്തിയപ്പോൾ ധാരണ കിടക്കുന്ന പുതിയൊരു അതിഥി ഓന്റെ കൂട്ടുരസം നോക്കി നിന്ന് രാവിലെ എത്തിയപ്പോഴത്തേക്കും ടോട്ടോയിൽ ബോർഡറും കടന്ന് നേരെ സിലിഗുരിയിലെത്തി. സിലിഗുരിയിലെത്തിയപ്പോഴാണ് അറിയണത് അവിടെ ഒരു ബംഗാൾ സഫാരി പാർക്ക് ഉണ്ടെന്ന്. 250 രൂപക്കാണ് ഈ ഒരു ബംഗാൾ സഫാരി നടക്കുന്നത് കേട്ടോ. ഈ ഒരു വാനിൽ ഏകദേശം അരമണിക്കൂറോളമാണ് അവർ ചുറ്റിക്കാണിക്കുക. ഈ ടാറ്റ കാണിക്കുന്ന കപ്പിൾസിൽ ചെക്കൻ നമ്മളെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഓല് കാണിച്ചു തന്നത് കൂട്ടിലിട്ട സിംഹത്തിനെ, ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് മാനിനെ കാണിച്ചു തന്ന് പിന്നെ കുറച്ച് മയിലുകളും. നമ്മൾ ഫുള്ള് പ്രതീക്ഷയും തെറ്റിച്ച് ഫുള്ള് ഡൈപ്പാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദാണ്ട കിടക്കുന്ന ബംഗാൾ കടുവന്റെ എൻട്രി. ഓലും കപ്പിൾസ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ അവിടേക്കും ഇവിടേക്കും നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി നേരെ പോയത് പൂമ്പാറ്റത്തോട്ടത്തിലായിരുന്നു. അവിടുന്ന് കാണുന്ന വലിയ പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രമായിരുന്നു. എന്നാലും പൂമ്പാറ്റകൾ ആവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ കടുവ കാണാത്തവർക്ക് വേണമെങ്കിൽ പൈസ മുതലാവും, അല്ലാത്തവർക്ക് വെറുതെ ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് അതിന്റെ അടുത്തുള്ള ഒരു ചൈന മാർക്കറ്റിലേക്കായിരുന്നു. അവിടുന്ന് 100 രൂപയ്ക്ക് പറഞ്ഞ സോക്സ് വില കുറച്ച് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ അവിടെ വിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.